Hi everyone and afternoon. കൊച്ചുകുട്ടികളുടെ സ്കിൻ മുതിർന്നവരെ അപേക്ഷിച്ച് 5 ഇരട്ടി കൂടുതൽ സെൻസിറ്റീവ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് തന്നെ അവരുടെ മൃദുലമായ ചർമ്മം പരിപാലിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ നോക്കാം. ബേബി സ്കിൻ കെയറിനായിട്ട് ഒരുപാട് പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ. എന്നാൽ ഇത് നമ്മൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണെന്നോ കുട്ടികളുടെ ചർമ്മത്തിന് സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകളും ഇതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളിൽ ഏതൊക്കെയാണ് കുഞ്ഞിൻ്റെ സ്കിന്നിന് നല്ലതെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നവജാത ശിശുക്കളെ നോക്കുകയാണെങ്കിൽ അവരുടെ സ്കിന്ന് കുറച്ച് ചുരുങ്ങി ചുമപ്പോ അല്ലെങ്കിൽ പിങ്ക് കളറിലോ കുറച്ച് ഡ്രൈനെസ് ഒക്കെ കൂടിയായിട്ടായിരിക്കും ഉണ്ടാവുക. ഇത് തികച്ചും നോർമലാണ്. ഇത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കണം. ഇതുകൂടാതെ കുട്ടികളുടെ ശരീരത്തിൽ ഒരു വെള്ള മെഴുക്ക് പോലെ ഒരു വസ്തു ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇത് തുടക്കത്തിൽ കുറച്ച് ദിവസങ്ങളിൽ സ്കിന്നിലുണ്ടാകും. അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് കുട്ടിയുടെ ശരീരത്തിന് ചൂട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് അതും പൂർണ്ണമായിട്ട് നിങ്ങൾ തുടച്ച് മാറ്റാതിരിക്കുക. അതുപോലെ തന്നെ കുട്ടികളുടെ പൊക്കിൾക്കൊടി ഉണങ്ങി അടർന്നു വീഴുന്നത് വരെ നിങ്ങൾ കുട്ടികളുടെ പൊക്കിൾക്കൊടിയുടെ ഭാഗത്ത് നനവ് പറ്റാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾക്ക് അതുവരെ ചെറുതായിട്ട് തുണി ഒന്ന് നനച്ചിട്ട് തുടച്ചു വിട്ടാൽ മതി. നിങ്ങൾ നവജാത ശിശുവിന് ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സ് കോട്ടൻ്റെയും മുസ്ലിൻ ക്ലോത്തിൻ്റെയും ആയിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇതാകുമ്പോൾ കുട്ടികൾക്ക് എയർ സർക്കുലേഷൻ ബെറ്ററായിട്ട് നടക്കാൻ വേണ്ടി സഹായിക്കുക. അവർക്ക് കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കുകയും ചെയ്യും. ഇതുകൂടാതെ കുഞ്ഞിനെ അമ്മയോട് ചേർത്ത് കിടത്താനും ശ്രദ്ധിക്കുക. ഇത് കുട്ടിയുടെ ഹാർട്ട് ബീറ്റും ബ്രീതിയൊക്കെ റെഗുലർ ആകാനും കുഞ്ഞിൻ്റെ ശരീരത്തിലെ ടെമ്പറേച്ചർ നോർമലായിട്ട് ഇരിക്കാനും സഹായിക്കുന്നതാണ്. ഇനി കുട്ടികളെ എണ്ണ തേച്ച് കുളിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എണ്ണ ഉണ്ടല്ലോ, അത് ഒന്നെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ ചിലർ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. ഇത് മൂന്നും നല്ലതാണ്. കുട്ടിയുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. കുട്ടിക്ക് ഡ്രൈനെസ് വരുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് എണ്ണ തേച്ച് കുളിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. കുട്ടികൾക്ക് എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ തേപ്പിച്ച് കഴിയുമ്പോൾ കുട്ടികളുടെ മൃദുലമായ ശരീരത്തിലേക്ക് അണുക്കളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. കുട്ടികളിൽ എണ്ണ തേപ്പിച്ച് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ അവരുടെ ബോഡിയിൽ മെലാറ്റോണിൻ്റെ അളവ് കൂടും. ഇതുവഴി അവരുടെ മസിൽ റിലാക്സ് ചെയ്യാൻ അവർക്ക് നല്ല ഉറക്കം കിട്ടുകയും ചെയ്തു. അതുകൊണ്ടാണ് മിക്ക കുട്ടികളും കുളി കഴിഞ്ഞ പാടെ നല്ലൊരു ഉറക്കം ഉറങ്ങുന്നതിൻ്റെ പ്രധാന കാര്യം. കുട്ടികളെ എണ്ണ തേപ്പിച്ച് കുളിക്കുന്നത് വഴി അവരുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ എല്ലാം കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ കുട്ടിയായിട്ട് നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവുന്നതിനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ കുട്ടികളിൽ വയറ് സംബന്ധമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വേദനകൾ, ഗ്യാസ്, വയറ്റിൽ പോവാതിരിക്കുന്നത്, ഇതിനെല്ലാം ഈ മസാജുകൾ ചെയ്യുന്നത് വഴി നല്ലൊരു സമാധാനം കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ യൂസ് ചെയ്തിട്ട് കുട്ടികളെ സ്ഥിരമായിട്ട് ഡെയിലി മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏറ്റവും നല്ല എണ്ണ എന്ന് പറയുന്നത് നമ്മൾ കാച്ചിയെടുക്കുന്ന വെളിച്ചെണ്ണ തന്നെയാണ്. നിങ്ങൾ കുറച്ച് മഞ്ഞളും കൂടി ചേർത്തിട്ട് കാച്ചിയെടുക്കുകയാണെങ്കിൽ ഇത് കുട്ടികളുടെ സ്കിന്ന് ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതിനും സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് സ്കിൻ റിലേറ്റഡ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാം. ഇത് സ്കിന്നിൽ ഡ്രൈനെസ് വരുന്നതിന് എക്സിമിക്കേഴ്സ് വളരെ എഫക്റ്റീവാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഓൾറെഡി സ്കിന്നിന് എക്സിമിയോ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ടെൻഡൻസി ഉള്ള കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആൽമണ്ട് ഓയിൽ തന്നെ 2 തരമുണ്ട്, ബിറ്ററും ഉണ്ട്, സ്വീറ്റും ഉണ്ട്. കുട്ടികൾക്ക് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ലതും സേഫ്. ഓൾറെഡി സ്കിന്നിന് പ്രശ്നമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഒലിവ് ഓയിൽ കുട്ടികളുടെ സ്കിന്നിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇത് കണ്ടീഷൻ കൂടുന്നതിന് കാരണമാകുന്നു. പകരം നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാം. ഇനി കുട്ടികളെ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. ഈ മസാജിങ് ഒരിക്കലും കുട്ടികളെ കരയിപ്പിക്കുന്ന രീതിയിലാവരുത്. വളരെ മൈന്യൂട്ടും ജെന്റിലുമായിട്ടും വേണം നമ്മൾ മസാജ് ചെയ്യാൻ. കുട്ടികളുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഭയങ്കര മൃദുലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പതുക്കെ വേണം കുട്ടികളെ മസാജ് ചെയ്യാൻ. അവർക്ക് ഒരിക്കലും വേദന എടുക്കുന്ന രീതിയിൽ മസാജ് ചെയ്യരുത്. ആദ്യം തന്നെ നിങ്ങൾ എണ്ണ കയ്യിലേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമുക. അപ്പോൾ ചെറുതായിട്ട് ചൂടാവും. എന്നിട്ട് വേണം കുട്ടികൾക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ. മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ സർക്കുലർ മോഷനിൽ വേണം കുട്ടികൾക്ക് മസാജ് ചെയ്യാൻ. എണ്ണ തേച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ കുട്ടികളെ കുളിപ്പിക്കുക. കാരണം എണ്ണ കുറച്ച് നേരം സ്കിന്നിൽ ഇരുന്നാലാണ് അത് ഹൈഡ്രേറ്റ് ചെയ്യാനും സ്കിന്നിൽ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാനും സഹായിക്കുകയുള്ളൂ. മസാജ് ചെയ്യുന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് കയറിയിട്ട് നോക്കാം. നിങ്ങൾ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് മഞ്ഞൾ അരച്ച് തേക്കുന്നവരാണെങ്കിൽ കുട്ടികളുടെ സ്കിന്ന് യെല്ലോ കളർ അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞളിൽ നിങ്ങൾക്ക് പാൽപ്പാടിയും കൂടെ ചേർത്തിട്ട് അപ്ലൈ ചെയ്യാം. ഇത് ഡ്രൈ സ്കിൻ വരുന്നതിനും നല്ലൊരു റെമഡിയാണ്.
ഇനി അടുത്തതായിട്ട് കുട്ടികൾക്ക് കുളിക്കാനുള്ള വെള്ളം തിളപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ആ വെള്ളത്തിൽ നാൽപ്പാമരവും കുറച്ച് തുളസി ഇലയും പനിക്കൂർത്തി ഇട്ടിട്ട് തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഇത് കുട്ടിയുടെ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇൻഫെക്ഷൻസ് വരുന്നതിന് ഒരു പരിധിവരെ തടയുന്നുണ്ട്. ഇനി ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം കുട്ടീനെ കുളിപ്പിച്ചാൽ മതി. കുട്ടീനെ കുളിപ്പിക്കുമ്പോൾ നിങ്ങൾ ഭയങ്കര ചൂടുള്ള വെള്ളത്തിൽ കുളിപ്പിക്കാതിരിക്കുക. ഒരു ഇളം ചൂട് വെള്ളത്തിലായിരിക്കണം കുട്ടീനെ കുളിപ്പിക്കേണ്ടത്. കാരണം ഭയങ്കര ചൂടുള്ള വെള്ളമാണെങ്കിൽ കുട്ടിയുടെ സ്കിന്നിന് മോയ്സ്ചർ നഷ്ടപ്പെടാനും ഡ്രൈനെസ് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങളൊരു ഇളം ചൂട് വെള്ളത്തിലാണ് കുട്ടികളെ കുളിപ്പിക്കുന്നതെങ്കിൽ ഇത് സ്കിന്നിൻ്റെ മോയ്സ്ചർ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കുട്ടികളുടെ ബോഡിയിൽ ഉപയോഗിക്കുന്ന സോപ്പും മൈൽഡായിട്ടുള്ള നോൺ പെർഫ്യൂം സോപ്പുകൾ ഉപയോഗിക്കുക. കുട്ടികൾക്ക് അവരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് പലതരം സോപ്പുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ഡ്രൈനെസ്സോ അല്ലെങ്കിൽ ഡ്രൈനെസ്സിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് മോയ്സ്ചറൈസിങ് സോപ്പുകൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ എക്സ്ട്രാ മോയ്സ്ചറൈസിങ് സോപ്പുകളും അവൈലബിൾ ആണ്. നിങ്ങൾ പകരം ഹാർഷായിട്ടുള്ള സോപ്പുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുട്ടിയുടെ സ്കിന്നിൽ നിന്ന് മോയ്സ്ചർ നഷ്ടപ്പെടാനും അതുപോലെ നാച്ചുറലായിട്ടുള്ള എണ്ണമയം നഷ്ടപ്പെടുന്നതിനും കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും മോയ്സ്ചറൈസിങ് സോപ്പുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതുകൂടാതെ നിങ്ങൾ കുട്ടികളുടെ ഷാമ്പു ഉപയോഗിക്കുന്നത് മൈൽഡായിട്ടുള്ളത് ബേബി ഷാംപൂസ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും കുട്ടികളുടെ തലയിൽ ഷാമ്പു അപ്ലൈ ചെയ്യരുത്. ആഴ്ചയിൽ 1-2 തവണ മാത്രമേ നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്യാൻ പാടുള്ളൂ. കുട്ടികളുടെ തലയിലും ഇളം ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി കുളി കഴിഞ്ഞ് നിങ്ങൾ കുട്ടികളെ തോർത്താനെടുക്കുന്ന തോർത്തും വളരെ സോഫ്റ്റായിട്ട് കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കോട്ടൻ്റെ തോർത്തുകളോ അല്ലെങ്കിൽ ടെറി ടവൽസ് പറഞ്ഞിട്ട് മേടിക്കാൻ പറ്റും. അതും നല്ലതാണ്. അത് വെച്ച് നിങ്ങൾ കുട്ടികളുടെ ശരീരത്തിലെ വെള്ളം ഒപ്പിയെടുക്കാൻ ശ്രദ്ധിക്കുക. കുട്ടികളുടെ സ്കിന്ന് അമർത്തി തുടച്ചു കഴിഞ്ഞാൽ അത് ഡ്രൈ ആകാനും ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട്. ഇനി കുളി കഴിഞ്ഞ് വന്ന പാടെ തന്നെ മുഴുവൻ വെള്ളം നിങ്ങൾ തുടച്ചായത് ഒപ്പിയെടുത്തതിന് ശേഷം ഉടനെ തന്നെ നിങ്ങളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതുവഴി കുട്ടികളുടെ സ്കിന്നിലേക്ക് അത് നന്നായിട്ട് വലിച്ചെടുക്കാനും സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാനും സഹായിക്കുന്നു. ആദ്യത്തെ ഒരു മാസം കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റും ഉപയോഗിക്കണമെന്നില്ല. ജസ്റ്റ് ഇളം ചൂടുവെള്ളത്തിൽ നിങ്ങളൊന്ന് കുഞ്ഞിനെ തുടച്ചെടുത്താൽ മതി. പക്ഷെ ഒരു മാസത്തിന് ശേഷം നിങ്ങൾ നിർബന്ധമായിട്ടും മോയ്സ്ചറൈസർ ഉപയോഗിച്ച് തുടങ്ങണം. കുട്ടികളുടെ സ്കിന്ന് മുതിർന്നവരെ അപേക്ഷിച്ച് 2 ഇരട്ടി വേഗത്തിൽ ഡ്രൈ ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് മോയ്സ്ചറൈസർ നിർബന്ധമായിട്ടും ഡെയിലി ഉപയോഗിക്കണമെന്ന് പറയുന്നത്. നിങ്ങൾ കുട്ടികളുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ മൈൽഡും സ്മെല്ലൊന്നും ഇല്ലാത്ത തരം മോയ്സ്ചറൈസർ ആണെന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് കുട്ടികൾക്ക് ഒന്നും കൂടി സേഫ്. പുതിയ പഠനങ്ങളിൽ പറയുന്നത് കുട്ടികൾക്ക് പൗഡറിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലതെന്നാണ്. കാരണം ചില കുട്ടികളിൽ ഇത് ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ വെള്ളമെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ടെങ്കിൽ പൗഡർ അധികം ഉപയോഗിക്കണമെന്നില്ല. ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അധികം പെർഫ്യൂമൊന്നും ആഡ് ചെയ്യാത്ത മൈൽഡായിട്ടുള്ള ബേബി ഫ്രണ്ട്ലി പൗഡേഴ്സ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ പൗഡർ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം സ്കിന്നിൻ്റെ മടക്കുകളിൽ മാത്രം പൗഡർ ഇട്ടോളൂ. അവിടെയാണ് വെള്ളം നിൽക്കാനുള്ള സാധ്യതയുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ മടക്കുകളിൽ മാത്രം കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം. നിങ്ങൾ തുടക്കം തൊട്ട് തന്നെ കുട്ടികളിൽ ഡയപ്പറിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം ഡയപ്പർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ രാത്രി സമയങ്ങളിൽ നിങ്ങൾക്ക് കുട്ടിയെ ഡയപ്പർ റിഡ്യൂസ് നടത്താം. കാരണം ഇടയ്ക്കിടയ്ക്ക് നനവ് കുട്ടീനെ എണീറ്റുകൊണ്ടിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുട്ടിക്ക് രാത്രിയിൽ മാത്രം ഡയപ്പർ റിഡ്യൂസിട്ട് കിടത്താം. അപ്പോൾ അവർക്ക് സുഖമായിട്ട് ഉറങ്ങാനും പറ്റും. അടുത്ത ദിവസം രാവിലെ അടിക്കുമ്പോൾ ഫ്രഷ് ആയിരിക്കും. പക്ഷേ ഡേ ടൈമിൽ നിങ്ങൾ ഡയപ്പറിൻ്റെ ഉപയോഗം കുറയ്ക്കുക. പകരം തുണിയോ അല്ലെങ്കിൽ ക്ലോത്ത് ഡയപ്പറോ മേടിക്കാൻ കിട്ടും. അത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിങ്ങൾക്ക് ഡിസ്പോസിബിൾ ഡയപ്പർ ഉപയോഗിക്കാനുള്ള ഓപ്ഷനേ ഉള്ളൂ എങ്കിൽ നിങ്ങളത് അനിയും തോറും മാറ്റി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് നേരം കുട്ടിക്ക് ഇട്ട് കൊടുക്കരുത്. കാരണം അത് കാരണം ഡയപ്പർ റാഷോ ഇൻഫെക്ഷൻസോ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് നനയുന്നതനുസരിച്ച് മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ഡയപ്പർ കറക്റ്റ് സൈസാണോ എന്ന് ഉറപ്പുവരുത്തുക. അവർക്ക് ടൈറ്റ് ആയിട്ടുള്ളത് ഇട്ട് കൊടുക്കരുത്. അത് സോഫ്റ്റും നല്ല അബ്സോർബിങ് പവറുള്ള ഡയപ്പേഴ്സ് യൂസ് ചെയ്യുക. നല്ല കമ്പനീൻ്റെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കുട്ടികളെ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം സൂര്യപ്രകാശത്തിൽ നിന്ന് UV റേസ് കുട്ടികളുടെ സ്കിന്നിന് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ മുതിർന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളൊരു സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം പോകാൻ. കുട്ടികൾക്കായിട്ട് കുറേ സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ നല്ലത് നോക്കിയിട്ട് നിങ്ങൾ ഒരെണ്ണം മേടിച്ചിട്ട് സ്കിന്നിന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുട്ടികളെ രാവിലത്തെ പുലർച്ചെ വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണ്. 8:30 മുൻപും 5:30 ശേഷമുള്ള വെയിൽ കൊള്ളിക്കുന്നത് കുട്ടികളുടെ ശരീരത്തിലെ വൈറ്റമിൻ D എത്തുന്നതിന് സഹായിക്കുക. കുട്ടികൾക്ക് കോട്ടൺ വസ്ത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതാകുമ്പോൾ വേർപ്പ് വലിച്ചെടുക്കാനും സ്കിന്ന് ഡ്രൈ ആയിട്ട് വെക്കാനും സഹായിക്കുക. അതുകൂടാതെ അതിലൂടെ എയർ സർക്കുലേറ്റ് ചെയ്യുന്നത് വഴി ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും കോട്ടൺ വസ്ത്രങ്ങൾ സഹായിക്കുന്നു.
പകരം നിങ്ങൾ ചെയ്യുന്ന ഡ്രസ്സുകൾ കുട്ടികൾക്ക് ഇടുമ്പോൾ അവർക്ക് അതുവഴി ബുദ്ധിമുട്ടുകൾ വിമിഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളുടെ വസ്ത്രം ഒരു മൈൽഡായിട്ടുള്ള ഡിറ്റർജൻറ്റോ സോപ്പോ അല്ലെങ്കിൽ ലിക്വിഡോ ഉപയോഗിച്ചിട്ട് വേണം വാഷ് ചെയ്യാൻ. കുട്ടികളുടെ വസ്ത്രം വാഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കൂടെ ഒന്നിച്ചിടാതെ സെപ്പറേറ്റ് ഇട്ട് വാഷ് ചെയ്യാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് ഇൻഫെക്ഷൻസ് പകരാനും സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. മൈൽഡായിട്ടുള്ള ഡിറ്റർജൻറ്റ് ഉപയോഗിക്കുമ്പോൾ അവരുടെ ഡ്രസ്സുകളെല്ലാം സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പകരം നിങ്ങൾ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സ് പെട്ടെന്ന് ഹാർഡ് ആവാനും കുട്ടികളുടെ സ്കിന്നിലിടുമ്പോൾ ഇങ്ങനെ റഫായിട്ട് വരയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് മൈൽഡായിട്ടുള്ള ഡിറ്റർജൻസ് തന്നെ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. ഈ കോമൺ ആയിട്ട് കുട്ടികളിൽ കാണുന്ന കുറച്ച് സ്കിൻ പ്രശ്നങ്ങൾ പറയാം നമുക്ക്. ആദ്യത്തേതാണ് ക്രാഡിൽ ക്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിച്ച പാടെ ചില കുട്ടികളുടെ സ്കാൽപ്പിൻ്റെ അവിടെ ഇങ്ങനെ യെല്ലോ കളറിൽ തിക്കായിട്ട് ക്രസ്റ്റ് ഫോർമേഷൻ ഉണ്ടാവും. ഇത് അമ്മയിൽ നിന്ന് ചില ഹോർമോൺസ് കുട്ടീലേക്ക് പാസ്സായത് വഴി വരുന്നതാണ്. ഇതിന് നിങ്ങൾ കുട്ടികൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബേബി ബ്രഷ് വെച്ചിട്ട് മുടി ഒന്ന് TV കൊടുക്കുന്ന വഴി ഇത് മാറിപ്പോകുന്നതായിട്ട് കാണാം. ഇനി അത് തുടർന്ന് നിൽക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. അടുത്തത് മിനിയ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനാണ്. അത് സ്കിന്നിൽ ഇങ്ങനെ ചെറിയ കുരു പോലെ പൊന്തി വരുന്നതാണ്. യൂഷ്വലി അത് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ തന്നെ തനിയെ പോകുന്നതായിട്ട് കാണാം. പിന്നെ വരുന്നത് ബേബി ആക്നെയാണ്. അത് കുട്ടികളുടെ മുഖത്തിങ്ങനെ ചെറിയ കുരു പോലെ വരുന്നത്. അതും ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാതെ തന്നെ തനിയെ പോകുന്നതായിട്ട് കാണുന്നതാണ്. ഇങ്ങനത്തെ സ്കിൻ കണ്ടീഷൻസ് വരുന്ന കുട്ടികൾക്ക് ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. പിന്നെ കുട്ടികളിൽ കാണുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഡ്രൈ സ്കിൻ. ഡ്രൈ സ്കിന്നെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ കുട്ടികളുടെ ഡ്രൈ സ്കിൻ മാറാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാൻ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്ക് ആൽമണ്ട് ഓയിൽ സ്കിന്നിന് അപ്ലൈ ചെയ്യുന്നത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ്. കുട്ടികളിൽ ഡ്രൈ സ്കിൻ വന്ന ഭാഗത്ത് വെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഡ്രൈ സ്കിൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല എഫക്റ്റീവായിട്ട് കണ്ടുവരുന്നു. അതുകൂടാതെ മഞ്ഞളിൽ പാൽപ്പാട ചേർത്തിട്ട് സ്കിന്നിന് അപ്ലൈ ചെയ്യുന്നത് ഡ്രൈ സ്കിൻ മാറാൻ വളരെ എഫക്റ്റീവാണ്. കുട്ടികളുടെ സ്കിന്നും മൃദുലമായിട്ട് വെക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്താലും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ബേബി പ്രോഡക്ട്സിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ബേബി സ്കിൻ കെയർ ആയിട്ട് റിലേറ്റഡ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.